സൗദിയിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ നൽകാതിരുന്നതിന് വിവിധ എയർലൈൻ കമ്പനികൾക്ക് പിഴ ഈടാക്കി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടേതാണ് നടപടി. വിമാനം വൈകൽ, റദ്ദാക്കൽ എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകളിലായി 45 ലക്ഷം റിയാലാണ് പിഴ ഈടാക്കിയത്. ഈ വർഷം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ കണക്കാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ടത്. 111 പരാതികളാണ് വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ വന്നത്. വിമാനം വൈകൽ, റദ്ദാക്കൽ, ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ സൗകര്യമൊരുക്കൽ എന്നിവയുൾപ്പെടെ വിവിധ കേസുകളിലാണ് പിഴ ഈടാക്കിയത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം ലംഘിച്ച കേസിൽ നേരിട്ട് പിഴ ഈടാക്കുന്ന സ്ഥിതിയുമുണ്ടായി. ആകെ 45 ലക്ഷം റിയാലാണ് 3 മാസത്തിനിടെ ഈടാക്കിയത്. ഇതിൽ ഭൂരിഭാഗവും യാത്രക്കാരുടെ പരാതിയിലാണ്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ലൈസൻസ് ഇല്ലാതെ ഡ്രോൺ ഉപയോഗിച്ച 2 പേർക്കെതിരെയും നടപടിയുണ്ടായിട്ടുണ്ട്. മീഡിയ 1, റിയാദ്.